ബന്ധം മറച്ചുവെക്കാൻ പോൺ താരത്തിന് പണം നൽകിയ കേസിൽ യുഎസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് കോടതിയിൽ ഹാജരാകും. മാൻഹട്ടൻ ക്രിമിനൽ കോടതിക്ക് ചുറ്റും ട്രംപ് ടവറിന് മുന്നിലും ന്യൂയോർക്ക് പോലീസ് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ശരണ്യ നാരായണൻ ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ശരണ്യ, ബന്ധം മറച്ചുവെക്കാൻ പോൺ താരത്തിന് പണം നൽകിയ കേസിൽ യുഎസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് കോടതിയിൽ ഹാജരാകുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഹാജരാകുന്നതിനോടനുബന്ധിച്ച് വലിയ സുരക്ഷയാണ് മാൻഹട്ടൻ ക്രിമിനൽ കോടതിക്കും ടവറിനും മുന്നിലും ഒരുക്കിയിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ആൻസില, ഇന്ന് കോടതിയിൽ ഹാജരാകുന്നതിനെ തുടർന്ന് കോടതിക്ക് ചുറ്റും കനത്ത ഒരു സുരക്ഷാ വലയം തന്നെയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. അതായത് 36,000-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ട്രംപിന്റെ അനുയായികൾ പ്രതിഷേധിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു സുരക്ഷാ വലയം തീർത്തിരിക്കുന്നത്. പ്രതിഷേധിക്കാനായി ട്രംപിന്റെ അനുയായികൾ ചൊവ്വാഴ്ച ന്യൂയോർക്കിലേക്ക് പോകുമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി MP മാർജൻ ടെയ്ലർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സുരക്ഷ നേരത്തെ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡന്റെ വിജയം അംഗീകരിക്കാതെ 2021 ജനുവരിയിൽ ക്യാപിറ്റോൾ മന്ദിരം ട്രംപിന്റെ അനുയായികൾ ആക്രമിച്ചിരുന്നു. ഈ ഒരു പ്രശ്നത്തെ തുടർന്നാണ് ഇത്തരത്തിൽ മുൻകൂട്ടി ഒരു സുരക്ഷാ വലയം തീർത്തിരിക്കുന്നത്. നിലവിൽ വലിയ ഭീഷണികളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. US-ൽ ക്രിമിനൽ കുറ്റം ചുമത്തപ്പെടുന്ന ആദ്യ മുൻ പ്രസിഡന്റ് കൂടിയാണ് ട്രംപ്. കോടതിയിലെത്തിയാൽ പതിവ് അറസ്റ്റ് നടപടികളുടെ ഭാഗമായി വിരലടയാളം രേഖപ്പെടുത്തുകയും അതിനുശേഷം ഫോട്ടോ എടുക്കുകയും തുടർന്നായിരിക്കും ബാക്കിയുള്ള നടപടികളിലേക്ക് കടക്കുക. എന്നാൽ വിലങ്ങ് വെക്കില്ലെന്ന് കോടതി നേരത്തെ തന്നെ ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ജോ ടക്കോപ്പിന അറിയിച്ചിട്ടുണ്ട്. ട്രംപ് കുറ്റക്കാരനാണെന്ന് മൻഹാട്ടൻ കോടതി കണ്ടെത്തിയതോടെ 2024 US തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു തുലാസിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ബന്ധം മൂടിവെക്കാൻ പോൺ താരം സ്ലോമി ഡാനിയൽസിന് 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ട്രംപ് $130,000, അതായത് ഏകദേശം $1 കോടിയിലേറെ രൂപയാണ് നൽകിയിരുന്നത്. ട്രംപിന്റെ അന്നത്തെ അഭിഭാഷകനായിരുന്ന മൈക്കൽ കോഹനാണ് ഈ പണം സ്ലോമിക്ക് കൈമാറിയത്. എന്നാൽ അതിനു മുൻപ് ട്രംപ് ഈ തുക കോഹന് കൊടുത്തിരുന്നു. അതായത് ഈ തുക ട്രംപിന് കമ്പനിയായ ട്രംപ് ഓർഗനൈസേഷൻ കോഹന് നൽകിയ ഫീസാണ് എന്നാണ് ഈ ഒരു വ്യാജരേഖ ഉണ്ടാക്കുകയുണ്ടായി. ഈ ഒരു വ്യാജരേഖ ചമയ്ക്കലാണ് ഇപ്പോൾ കേസിന് ആധാരമായിരിക്കുന്നത്. ആൻസില. ശരണ്യ, അതോടൊപ്പം തന്നെ നമുക്കറിയാം 2024 US തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കേസ് വരുന്നത് 2024 ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാർത്ഥിത്വത്തെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന് നമുക്കറിയാം. അതിനാൽ തന്നെ റിപ്പബ്ലിക്കൻ നേതാക്കളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? തീർച്ചയായും പ്രതിഷേധക്കാർ കോടതിക്ക് ചുറ്റും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആ ഒരു നേതാവ് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും പ്രതിഷേധക്കാർ കോടതിക്ക് സമീപത്തേക്ക് പോകും, പ്രതിഷേധിക്കും, ശക്തമായ ഒരു പ്രതിഷേധം തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഒരു 2024 തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തുലാസിലായിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആൻസില. ശരി, വ്യക്തമാണ് ശരണ്യ. ബന്ധം മറച്ചുവെക്കാൻ പോൺ താരത്തിന് പണം നൽകിയ കേസിൽ US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് കോടതിയിൽ ഹാജരാകും. മാൻഹട്ടൻ ക്രിമിനൽ കോടതിക്ക് ചുറ്റും ട്രംപ് ടവറിന് ചുറ്റും ഡൊണാൾഡ് ട്രംപിന്റെ അറസ്റ്റിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ന്യൂയോർക്ക് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ശരണ്യ നാരായണനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.